وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا وهو الذي الله جعل الليل والنهار خلفة രാവും പകലും ഒന്നിന് പിറകെ മറ്റൊന്നായി കൊണ്ടുവരുന്നവൻ അല്ലാഹുവാണ്. വെറുതെ ഉണ്ടാവില്ല, അല്ലാഹുവാണ്. وهو الذي جعل الليل والنهار خلفة അല്ലാഹുവാണ് പകലിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പകരമായി ചെയ്യാൻ ഒരു രാവിനെ തന്നവനും, രാവിൽ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാൻ കഴിയാതെ പോയപ്പോൾ അത് പകലിൽ പകരമെടുക്കാനായി ഒരവസരം തന്നതും അല്ലാഹുവാണ്. ഈ ആയത്തിന് ഇങ്ങനെ രണ്ടർത്ഥമുണ്ട്. وهو الذي جعل الليل والنهار خلفة അല്ലാഹുവാണ് രാവും പകലും മാറി മാറി വരുന്നതായി സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നാളെ 7 മണിയാകുമ്പോഴേക്കും സൂര്യപ്രഭ ഭൂമിയിലുണ്ടാകുമെന്ന് ആരറിഞ്ഞു? നാളെ നമ്മളുണ്ടോ എന്ന് ആരറിഞ്ഞു? നാളെ സൂര്യൻ ഉദിക്കുമോ എന്ന് ആരറിഞ്ഞു? നമ്മൾ നാളത്തേക്ക് പ്ലാൻ ചെയ്തു കഴിഞ്ഞു. നാളെ 8 മണിക്ക് കട തുറക്കണം, നാളെ 9 മണിക്ക് ഓഫീസിലെത്തണം, നാളെ 10 മണിക്ക് ഫ്ലൈറ്റ്. എന്തറിഞ്ഞു നമ്മൾ? ആരാണ് ഭൂമി ഇങ്ങനെ ഉരുണ്ട് പൂർത്തിയായി വന്ന് സൂര്യോദയം കിഴക്ക് അനുഭവിക്കുമാർ, സൂര്യാസ്തമയം പടിഞ്ഞാറസ്തമിക്കുമാർ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലാഹുവിനെ സംബന്ധിച്ച് രാവും പകലും എണ്ണിത്തീർക്കുമ്പോ നമ്മൾ ഓർക്കാറുണ്ടോ? അല്ലാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. ഇരുട്ടായി ടോർച്ച് എവിടെയെന്നാ നോക്കുക, ആരാണ് ഇരുട്ട് കൊണ്ടുവന്നത്? ഇതിനെന്തെല്ലാം ഇവിടെ നടക്കണം? കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ചെയ്യുന്ന ആളുകൾ കഅബയെ ഇടതാക്കി ഇടത്തുനിന്ന് വലത്തോട്ട് ചുറ്റുന്ന പോലെ ഭൂമി അതിന്റെ സ്വയം ആക്സിസിൽ ഇടത്തുനിന്ന് വലത്തോട്ട് ചുറ്റുകയും ആ കറക്കത്തോടൊപ്പം സൂര്യൻ എന്ന തന്റെ മാതൃഗോളത്തെ ലക്ഷ്യമാക്കി സൂര്യനെയും തവാഫ് ചെയ്യുന്ന പോലെ ഇടത്താക്കി ഇടത്തുനിന്ന് വലത്തോട്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കി വന്നാൽ കഴിഞ്ഞ ജനുവരി 1 ഭൂമി എവിടെയായിരുന്നോ ായിരിക്കെ ഭൂമി ഒരു കറക്കം തുടങ്ങിയിട്ട് ഈ ഒരു കറക്കം ഭൂമി സ്വയം കറങ്ങുമ്പോൾ ഉദയവും അസ്തമയവും അനുഭവിക്കുന്നു. ആ കറക്കത്തോടൊപ്പം കറങ്ങി 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 സൂര്യൻ എന്ന ഒരു കേന്ദ്രബിന്ദുവിന് ചുറ്റും ഒരു കറക്കം പൂർത്തിയാകുമ്പോൾ അടുത്ത ജനുവരി 1 365 ദിവസം ഈ ഭൂമി സൂര്യന്റെ ചുറ്റും കറങ്ങുകയായിരുന്നു. നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ അറിഞ്ഞോ? ഇല്ല. എത്ര സ്പീഡിലാണ് നമ്മൾ ഓടിയെന്നറിയോ? ഒരു കൊല്ലം ഓടിയില്ലപ്പോ. 2016 15 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 16 പിറക്കുമ്പോഴേക്കും ഓരോ മണിക്കൂറിൽ ഞാനും നിങ്ങളും ഭൂമിയോടൊപ്പം സഞ്ചരിച്ച ദൂരം എത്രയാണെന്നറിയുമോ? 1,08,000 കിലോമീറ്റർ പെർ അവർ. ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ സൂര്യന്റെ ചുറ്റും ഭൂമി കറങ്ങി തിരിഞ്ഞാലേ ഒരു ഡിസംബർ 31 ഉണ്ടാകൂ. ഒരു തവണ തവാഫ് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണിത്. അപ്പോഴാണ് നമ്മൾ പുതിയ സമയം പിറന്നു, പുതിയ വർഷം ആരംഭിച്ചു എന്ന് പറയുന്നത്. അത് സൂര്യന്റെ കറക്കമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടർ എന്നോ സോളാർ കലണ്ടർ എന്നോ പറയുന്നത്, ക്രിസ്ത്യൻ കലണ്ടർ എന്നോ പറയുന്നത്. സൂര്യന്റെ ചലനമാണ്. നമ്മൾ അറിഞ്ഞോ വല്ലതും? നമ്മുടെ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്, ചിലയിടത്തൊക്കെ ക്യാമറയും വെച്ചിട്ടുണ്ട്. ഗൾഫിലുള്ളതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അതിന് പറ്റിയ റോഡൊന്നും ഇല്ലെങ്കിലും ക്യാമറ റെഡിയാണ്. സുബ്ഹാനല്ലാഹ്. 80ന്റെ മേലെ പോയി അടിക്കുന്നു. 80 പോയിട്ട് 60 ഓടാൻ പറ്റണ്ടേ റോട്ടില്? മണിക്കൂറിൽ 60 കിലോമീറ്റർ സ്പീഡൊക്കെ നമുക്ക് ഇവിടെ പോകും. പിന്നെ വലിയ വളവന്മാരൊക്കെ ആണെങ്കിൽ 100 സ്പീഡിലൊക്കെ പോയി എന്ന് വരും. മണിക്കൂറിൽ 100. ഒരു ട്രെയിൻ മണിക്കൂറിൽ ഒരു 150 സ്പീഡിൽ ഓടുകയെന്ന് സങ്കല്പിക്കുക. നമ്മള് കല്ലായിലെ ഗേറ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ഗേറ്റിന്റെ അടുത്തൊക്കെ പോയി നിൽക്കുക. ആ ട്രെയിൻ നോൺ സ്റ്റോപ്പായിട്ട് പോകുന്ന നേരത്തെ അടുത്ത് പോയി നിൽക്കാൻ പറ്റുമോ? പാറിപ്പോകൂലേ? രാജധാനി എക്സ്പ്രസ് ഒക്കെ പോകുന്നിടത്ത് പോയി നിന്നാൽ അടുത്ത് നിൽക്കാൻ പറ്റുമോ? 1 മീറ്റർ അകത്ത് നിൽക്കാൻ പറ്റുമോ?
പാറിപ്പോകും. നമ്മൾ പോകുന്ന എത്ര മണിക്കൂറിൽ 100, 110, 120, 150 കൂട്ടുക, 200 തന്നെ കൂട്ടുക. മണിക്കൂറിൽ 200 കിലോമീറ്റർ അപ്പൊ പോവുക. നമ്മുടെ ഈ സൂര്യന്റെ ചുറ്റും കറങ്ങുന്ന സ്പീഡ് മണിക്കൂറിൽ 1,08,000 കിലോമീറ്ററാണ്. അതിനെ വെല്ലാൻ മാത്രമൊന്നും ഒരു വാഹനമായിട്ടില്ല. നമ്മൾ അറിയുന്നുണ്ടോ? കൊടുങ്കാറ്റിട്ട് തോന്നുന്നുണ്ടോ ഭൂമിയുടെ മേലെ? കാറ്റിങ്ങനെ കാറ്റടിച്ച് വീശുന്നു, പോകുന്നു. ഇപ്പൊ വല്ല കാറ്റും അറിയുന്നുണ്ടോ? ഈ അന്തരീക്ഷത്തോടുകൂടെ, ഇതേ ശാന്തതയോടുകൂടെ അരയിടത്ത് പാലത്തെ ഈ മനോഹരമായ മജ്ലിസിൽ ഒരു കൊടുങ്കാറ്റ് നമ്മൾ അറിയുന്നില്ല. നമ്മൾ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും സൂര്യന്റെ ചുറ്റും നമ്മൾ ഓടിച്ചേർക്കുന്ന ഓട്ടം 1,08,000 കിലോമീറ്റർ ആണ്. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വസ്തുത കൂടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ. നബിയെ, പർവ്വതങ്ങളെ നോക്കുമ്പോൾ അങ്ങേക്ക് തോന്നുന്നുവല്ലോ, വഹിയ ജാമിദ, പർവ്വതങ്ങൾ അനങ്ങുകയില്ലെന്ന് തോന്നുന്നു, ചലിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഖുർആൻ നമ്മളോട്, അള്ളാഹു നമ്മളോട് കാണിച്ച ഒരു ചെറിയ അൽ അദബുൽ ഇലാഹി. അള്ളാഹുവിന് എന്തൊക്കെ പറയാം? നിങ്ങൾക്ക് വല്ലതും അറിയോ? ഇതൊക്കെ ഓടുന്നുണ്ട് എന്ന് പറയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഓടുന്നില്ലെന്ന്. താമരശ്ശേരിയിലെ പർവ്വതം, അടിവാരത്തിൽ നിന്ന്, അടിമാലിയിലും പർവ്വതമുണ്ട്, അടിവാരത്തും പർവ്വതമുണ്ട് അല്ലേ? ഒന്ന് ഇടുക്കിയായിപ്പോയി, ഒന്ന് കോഴിക്കോട് ജില്ലയായിപ്പോയി, അത്രയല്ലോ വ്യത്യാസമുള്ളൂ. അടിമാലിയിലെ പർവ്വതം അടിവാരത്തേക്കോ, അടിവാരത്തെ മലകൾ അടിമാലിയിലേക്കോ നീങ്ങിപ്പോയത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ചുരം കയറി പോകണ്ടേ? വയനാട്ടൊക്കെ പോകുമ്പോഴേ പർവ്വതം നീങ്ങുന്നത് അറിഞ്ഞോ? ഇല്ല. അത് അവിടെ തന്നെയാണ്. ബില്യൺ കണക്കിന് കൊല്ലം മുമ്പ് അത് അവിടെ തന്നെ ആയിരിക്കണം. വതറൽ ജിബാല, പർവ്വതങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ തഹ്സബുഹാ ജാമിദ, നിങ്ങൾക്ക് തോന്നുന്നു അത് അനങ്ങുന്നില്ലെന്ന്. വഹിയ തമുറു, ഉഷാറാണ് കേട്ടോ, മൈക്ക് നല്ല ഉഷാറായിരിക്കണം, അവിടെ നോട്ടെ. വഹിയ തമുറു മർറ സഹാബ്, മേഘം നടക്കുന്ന പോലെ, മേഘം സഞ്ചരിക്കുന്ന പോലെ ഈ പർവ്വതങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മേഘം പോകുന്ന പോലെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നു അനങ്ങുന്നില്ല. ഇത് ഭൂമി അനങ്ങുന്നതിനെ പറ്റി പറഞ്ഞതാണ്. എവിടുന്ന് മനസ്സിലായി? മർറ സഹാബ്, ലോകാലോകങ്ങളിൽ മനുഷ്യബുദ്ധിയെ പരിപോഷിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ ഖുർആനിൽ കിടക്കുന്നത്. ലോകാലോകങ്ങളിൽ ഓരോ സമയം എടുത്തു നോക്കിയാലും പുതിയ പുതിയ അർത്ഥങ്ങൾ, പുതിയ പുതിയ അർത്ഥതലങ്ങൾ, ആശയങ്ങൾ, പുതിയ പുതിയ രഹസ്യങ്ങൾ, നിഗൂഢതകൾ ചുരുളഴിയുന്നു. ശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. പർവ്വതം ചലിക്കുന്നില്ലെന്ന് തോന്നുന്നു നബിയെ, വഹിയ തമറു, എന്നാൽ അവയൊക്കെ ചലിക്കുന്നുണ്ട്. മർറ സഹാബ്, മേഘങ്ങൾ നടക്കുന്ന പോലെ. എങ്ങനെയാ? മേഘം ഒറ്റക്കാണോ സഞ്ചരിക്കുന്നത്? അല്ല. കാറ്റ് കൊണ്ടുപോകുമ്പോൾ കാറ്റിന്റെ കൂടെയാണ് മേഘം പോവുക. മേഘം ഒറ്റക്ക് സഞ്ചരിക്കുന്നില്ല. മേഘത്തെ കാറ്റ് കൊണ്ടുപോവുകയാണ്. പർവ്വതം ഒറ്റക്ക് സഞ്ചരിക്കുകയല്ല. താമരശ്ശേരിയിലെ അടിവാരത്തെയോ കുറ്റ്യാടിയിലെയോ മലകൾ ഒറ്റക്ക് സഞ്ചരിക്കുകയല്ല. ഭൂമി സഞ്ചരിക്കുന്നതിന്റെ കൂടെ ആ പർവ്വതവും സഞ്ചരിക്കുകയാണ്. കാറ്റ് സഞ്ചരിക്കുന്നതിന്റെ കൂടെ മേഘം ചലിക്കുന്ന പോലെ. ആ ഉദാഹരണത്തില് ഭൂമി തന്നെ ചലിക്കുകയാണ്. ഭൂമിയോടൊപ്പമാണ് പർവ്വതത്തിന്റെ ചലനം നടക്കുന്നത്. ഇത്ര സ്പീഡിലാണ് പോകുന്നത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. 1,08,000 കിലോമീറ്റർ. കേരളം ആകെ എത്ര 700 കിലോമീറ്ററല്ലേ ഉള്ളൂ. 1 മണിക്കൂർ കൊണ്ട് 1,08,000. ഗൾഫ് തന്നെ 2,600-3,000 കിലോമീറ്റർ ഒക്കെ വരുന്നുള്ളൂ അല്ലെ? ഭൂമിയുടെ മൊത്തം സർക്കിളിന് റൗണ്ട് ചെയ്യാൻ എന്നാ പോലും എത്തൂല. അതൊന്നും പോരാ. അതിലപ്പുറമുള്ള ദൂരം 1 മണിക്കൂർ കൊണ്ടെത്തണം. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയത്. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സംഗതി ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. കോഴിക്കോട്ടുകാരൻ അറിഞ്ഞിട്ടില്ലല്ലോ, മലപ്പുറത്തുകാരൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ വളരെ കൂളായിട്ട് നടക്കുന്നു, ഭൂമി ഇങ്ങനെ പോകുന്നുണ്ടെന്ന് ആരറിഞ്ഞു? ഒരു ട്രെയിൻ പോകുമ്പോഴുള്ള ഒച്ചപ്പാട് പോലുമില്ലാതെ, ഒരു കാറ്റടിക്കുമ്പോഴുള്ള ഒരു കൊടുങ്കാറ്റിന്റെ ഫീല് പോലുമില്ലാതെ,
കോടാനുകോടി മനുഷ്യരെയും കൊണ്ട് അവരുടെ വീടും ബിൽഡിങ്ങുകളും വാഹനങ്ങളും ഒക്കെ ഓടിക്കൊണ്ടിരിക്കെ ലക്ഷക്കണക്കിന് പറവകൾ ഈ അന്തരീക്ഷത്തിന്റെ അകത്ത് പാറിക്കളിച്ചുകൊണ്ടിരിക്കെ ഈ അന്തരീക്ഷ മടക്കം ഒന്നിച്ചാ പോകുന്നത്. എന്നിട്ടെന്തേ ഞങ്ങൾ അതിന്റെ കുലുക്കമറിയാതെ പോയത്? അതിന് മറുപടിയാണ് ആയത്തിന്റെ ബാക്കി ഭാഗം. ഇത് അല്ലാഹു ചെയ്ത സൃഷ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒച്ചപ്പാടറിയുന്നില്ല. നിങ്ങൾക്ക് ഈ പോക്കിന്റെ ഗൗരവം അനുഭവിക്കേണ്ടി വരുന്നില്ല. ഓടുന്നുണ്ട്. നിങ്ങൾക്ക് കൊടുങ്കാറ്റായി ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നില്ല. എല്ലാ വസ്തുക്കളും കൃത്യമായി സൂക്ഷ്മമായി പടക്കുന്നവനാണ് അല്ലാഹു. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോയിട്ടും നിങ്ങൾ അറിയാതെ പോയത്. അങ്ങനെ ഒരു യാത്ര നമ്മെ കൊണ്ട് കഴിഞ്ഞ ജനുവരി 1 തുടങ്ങിയ ഭൂമി, ആ ഒരു യാത്ര സൂര്യന് ചുറ്റും കഅബയെ തവാഫ് ചെയ്യുന്ന അതേ രീതിയിൽ ഇടത്തുനിന്ന് വലത്തോട്ട് ആ ഭൂമി തിരിയുന്നത്. അങ്ങനെ ഒരു കറക്കം കറങ്ങി പൂർത്തിയാവുന്ന മുഹൂർത്തങ്ങളിലാ അള്ളാഹുവിനെ മറക്കാൻ ചില ആളുകൾ മനഃപൂർവ്വം ശ്രമിക്കുന്നത്. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഇതൊക്കെ ഉണ്ടാക്കിയവനെ കുറിച്ച് ആലോചിച്ചുവോ? ആരാതൊക്കെ ഉണ്ടാക്കിയത്? അതിനാണ് നമ്മളെ അല്ലാഹു നമുക്ക് സമയം തന്നത്. രാവും പകലും ഉണ്ടാക്കുന്നത് അല്ലാഹുവാണ്. രാവും പകലും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഇത് വലിയൊരു അത്ഭുതമാണ്. വലാം, ഇരുട്ടെന്ന് പറയുന്നത് പ്രകാശത്തിന്റെ ആബ്സെൻസ് അല്ല എന്നാണ്. ഇരുട്ടെന്നത് ഇരുട്ടായിട്ട് തന്നെ ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഇരുട്ട് വെളിച്ചത്തിന്റെ അഭാവമല്ലെന്നും ഇരുട്ടായിട്ടൊരു സാധനം തന്നെ ഉണ്ടെന്നും ഈ അടുത്ത സയന്റിസ്റ്റുകൾ മനസ്സിലാക്കുന്നത്. ഇരുട്ട് എന്ന് പറഞ്ഞ വെളിച്ചം പോകുമ്പോ അവിടെ ഇരുട്ടാവുന്നു, വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട് എന്നായിരുന്നു ആദ്യം മനസ്സിലാക്കിയത്. അല്ല, ഇരുട്ടൊന്ന് വേറെയാണ്, വെളിച്ചമൊന്ന് വേറെയാണ്. ആ ഇരുട്ടിന്റെ മേൽ നൂറിനെ, പ്രകാശത്തെ അള്ളാഹു ഓവർലാപ്പ് ചെയ്യുകയാണ്. ഇതൊരുപാട് ആയത്തുകളിൽ കാണാം. ഇത് രണ്ടും രണ്ട് സൃഷ്ടിയാണെന്നാണ്. എന്തിനാണതെന്നറിയുമോ? ഖിൽഫതൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഉപദേശിച്ചു കൊടുക്കുകയായിരുന്നു. ഉമറേ, നിങ്ങൾക്കറിയുമോ അല്ലാഹു തആല ചില കർമ്മങ്ങൾ പകലിലെ സ്വീകരിക്കൂ, ചില കർമ്മങ്ങൾ അല്ലാഹു രാത്രിയിലെ സ്വീകരിക്കൂ. രാത്രിയിൽ ചെയ്യേണ്ടത് പകലിൽ ചെയ്താൽ ചിലപ്പോൾ അല്ലാഹു സ്വീകരിച്ചില്ലെന്ന് വരും. പകലിൽ ചെയ്യേണ്ടത് രാത്രി ചെയ്താലും ഒരു പക്ഷേ അല്ലാഹുവിനത് ഇഷ്ടമായില്ലെന്ന് വരും. അതുകൊണ്ട് ഉമറേ, നമ്മൾ രാത്രിക്ക് വേണ്ടത് രാത്രിയും പകലിന് വേണ്ടത് പകലും നമ്മൾ നിർവഹിച്ചേ പറ്റൂ എന്ന് ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ സമയത്തിന്റെ മഹത്വത്തിലേക്ക് സൂചിപ്പിച്ച് മഹാനായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹുമാ അമൃതങ്ങളോട് പറയാണ്, റളിയല്ലാഹു തആല അൻഹു, നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയിരിക്കേണ്ട സമയമായിട്ടുണ്ട്. കുറച്ചു നേരം നിങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ സ്റ്റേജുമുള്ളവരൊന്നും എഴുന്നേൽക്കരുത്. വേദിയിലുള്ളവരെല്ലാവരും, ഞാൻ പിന്നെ ഏതായാലും നിൽക്കിയതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഒരു റാഹത്തായിട്ടെ ഒരു ഉണർവൊക്കെ വരട്ടെ. നല്ല കാലാവസ്ഥയിലെ എയർ കണ്ടീഷൻ ചെയ്ത പോലെ. സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോ ചൂടത്ത് എത്ര ഏസിട്ടാലും ഇങ്ങനെ അന്തരീക്ഷം തണുപ്പിക്കാൻ പറ്റുക? കഴിയൂല. എന്തൊരു വളരെ മോഡറേറ്റ് ടെമ്പറേച്ചർ, മാഷാ അല്ലാഹ്. ഇതൊക്കെ വലിയ അനുഗ്രഹമല്ലേ, ചൂടെടുക്കാതിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. തണുപ്പ് ഇങ്ങനെ മടുപ്പാകുമ്പോൾ അള്ളാഹു ചൂട് കൊണ്ടുവരും. ചൂട് ഇങ്ങനെ ബോറടിക്കുമ്പോൾ മഴ കൊണ്ടുവരും. മഴ ഇങ്ങനെ ബോറടിക്കുമ്പോൾ അള്ളാഹു ചാല മറ്റു കാലാവസ്ഥ. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. മനുഷ്യന് എപ്പോഴും ഒരു സ്വഭാവം പറ്റില്ലെന്നാ. മനുഷ്യൻ അങ്ങനെയാ. അതുകൊണ്ട് അള്ളാഹു ഇതിങ്ങനെ മാറ്റി മാറ്റി തരുന്നത്. സുബ്ഹാനല്ലാഹ്. സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ ഇരിക്കി സാർ, എല്ലാവരും ഇരിക്കി. ജസാക്കുമുല്ലാഹ് ഖൈർ. പിന്നെ മുപ്പര് എന്തിനാ നിൽക്കണത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടല്ലോ ഇല്ലേ? എന്താ അറിയാത്ത പോലെ നിൽക്കണ?
നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇതൊരു സ്ഥാപനം നടത്തുന്ന പരിപാടി. നമ്മുടെ യമാനിയ കോളേജ് മഹാനായ ശംസുൽ ഉലമയുടെ നാമധേയത്തിൽ നടക്കുന്ന വലിയൊരു പ്രസ്ഥാനമാ കുറ്റിക്കാട്ടൂരുള്ള. അപ്പൊ ഒരു സ്ഥാപനം ഒരു പരിപാടി നടത്താന്ന് പറഞ്ഞാൽ വല്ല പൈസയും കിട്ടി അവിടുത്തെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ, അവര് താമസം, അവരുടെ കിതാബ് വാങ്ങാന്. ഇങ്ങനൊരു പരിപാടി നടത്തിയാൽ ഇൻഷാ അല്ലാഹ് കുട്ടികൾക്ക് ഒരുപാട് കാലം ഭക്ഷണം കൊടുക്കാനൊക്കെ ആരെങ്കിലൊക്കെ സന്മനസ്സുള്ളവർ സഹായിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാ യമാനിയ കോളേജ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ എന്ത് ചെയ്യണം? കഴിവിന്റെ പരമാവധി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നല്ല ഒരു നോട്ടെടുത്ത് കൊടുക്കുക. ഒന്നാവണ്ട, 2 എണ്ണം 3 എണ്ണം ഒക്കെ ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ റെഡിയല്ലേ? കൊടുക്കൂലേ? അള്ളാഹുവിന് വേണ്ടി ചോദിക്കാൻ നിങ്ങൾ കൊടുക്കണേ. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. അപ്പൊ സംഘാടകർ വരും, നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക? നല്ലൊരു നിയ്യത്ത് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇവിടുന്ന് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് ഔലിയാക്കന്മാരുണ്ടാവും. അവരൊക്കെ ആമീൻ പറഞ്ഞാലേ അങ്ങോട്ട് ക്ലിക്കായി പോയാൽ അത് മതിയാവും. അൽഹംദുലില്ലാ. കുറെ രോഗികളുണ്ട് നമ്മുടെ ബേബി ഹോസ്പിറ്റലിൽ നിന്ന്. ഞാൻ അറിയുന്നുണ്ട്, ഒരു സുഹൃത്തുണ്ട് താമരശ്ശേരി ഭാഗത്തുള്ള ഇബ്രാഹിം കദമാമിലാണ്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായ ഒരു സഹോദരി ഗർഭിണിയാണ്, ന്യൂമോണിയ ബാധിച്ച് കുഞ്ഞിനെടുക്കണോ ഉമ്മാനെ രക്ഷപ്പെടുത്തണോ എന്നില്ല, വലിയൊരു ക്രിറ്റിക്കൽ സ്റ്റേജിൽ ബേബിയിൽ കിടക്കാണ്. അള്ളാഹു സഹോദരിക്ക് ശിഫ കൊടുക്കട്ടെ. റബ്ബേ നീ സലാമത്താക്കണേ റബ്ബേ. ആ കുഞ്ഞിനെയും ഉമ്മയെയും, 5 മാസം ഗർഭിണിയാണ് അവര്. കുഞ്ഞിനെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉമ്മ മരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും മരിക്കും. ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ തിയേറ്ററിലാണ് കിടക്കുന്നത്. ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹുവേ നീ അവർക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. എല്ലാ രോഗികൾക്കും നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. വണ്ടിയർമാര് വരുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കൊടുക്കിട്ടോ, അല്ലെ ചില്ലറ മാറ്റിയെടുക്കണ്ട. ഈ വെള്ളിയാഴ്ച ബക്കറ്റ് വരുമ്പോഴേ ചില വളവന്മാർ എന്ത് ചെയ്യുന്ന നിങ്ങള് 100 ഉറുപ്പിക എടുത്തിട്ട് 200ന്റെ ചില്ലറ എടുക്കും. ആരും അറിയില്ലല്ലോ, അങ്ങനെ പോവല്ലേ. അപ്പൊ ആ വക വളവൊന്നും നിങ്ങൾ കാട്ടൂല എന്ന് വിചാരിക്കാൻ. എന്ത് ചെയ്യാ? നല്ല എടുക്കാൻ പറ്റിയ നോട്ട് തന്നെ. കനോട്ടന്മാർ വരെ എടുക്കാത്ത നോട്ടൊക്കെ ഉണ്ടാവും, ഇട്ട് കൊടുക്കരുതേ. നാളെ അല്ലാഹു തആല ഇതൊക്കെ എടുത്തു പറയുമ്പോഴേ, കോഴിക്കോട് അരയെടുത്ത് പാലത്തുനിന്ന് കള്ളനോട്ട് ഒരുത്തന്റെ വക സംഭാവന, ഇതൊക്കെ പറഞ്ഞ നാണക്കേടല്ലേ. കീറി പറഞ്ഞു ഒന്നും കൊടുക്കണ്ട, എടുക്കാത്തൊന്നും കൊടുക്കണ്ട, നല്ലത് കൊടുക്കി. അല്ലാഹു തആല ഖൈറ് തരട്ടെ. അല്ലാഹു നമ്മിൽ സ്വീകരിക്കട്ടെ. സഹോദരിമാരൊക്കെ അവരെ കൊണ്ട് കഴിയാവുന്നൊക്കെ നിങ്ങൾ കൊടുക്കി ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയത്തിന്റെ വില വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു നഗരത്തിലാണുള്ളത്. 60 വർഷം ജീവിക്കുന്ന ഒരാൾ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഒരു ചെറിയ കണക്കാണ്. 60 വർഷം ജീവിക്കുന്ന ഒരാൾ, ജോലിക്കൊക്കെ പോകുന്ന ഒരു പ്രൊഫഷണൽ, വൈറ്റ് കോളർ ജോലിയൊക്കെ ചെയ്യുന്ന ആളെന്ന് വിചാരിക്കാം. ചെരുപ്പിന്റെ ഷൂവിന്റെ ലൈസ് കെട്ടാൻ മാത്രം, ഷൂവിന്റെ കയറ് കെട്ടാൻ മാത്രം ഒരു വർഷം എടുക്കുന്ന സമയം 60 വയസ്സിൽ 8 ദിവസം ഷൂ കെട്ടാൻ മാത്രം എടുക്കുന്ന. കെട്ടാനില്ലാത്ത ഷൂ എടുത്ത് പോവാ നല്ലത്, അത്രയും സമയം ലാഭിക്കാലോ. ഞാൻ അങ്ങനെ ചെയ്യല്. എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഷർട്ടും പാൻറ്റും ടൈയൊക്കെ കെട്ടണ്ട, വേഗം എടുത്ത് ഓടാൻ പറ്റിയത് അതാണ്. കെട്ടാൻ നിന്നാലേ അത്രയും സമയം നമുക്ക് ലാഭിക്കാം. 8 ദിവസം എടുക്കുന്ന, 8 ദിവസം എടുക്കും. ട്രാഫിക് സിഗ്നലുകളിൽ, ഇത് കേരളത്തിലല്ല കേട്ടോ, ലോകത്തൊരു സ്റ്റാൻഡേർഡ് സിറ്റിയിലെ ട്രാഫിക് സിഗ്നലുകളിൽ നമ്മൾ സിഗ്നലും കാത്തു കിടക്കുന്ന സമയം 1 മാസമാണെന്നാണ്. 60 വർഷത്തിൽ. കേരളത്തിൽ ഇത് ഇഞ്ഞു കൂടും. ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ എന്താ സിഗ്നലൊക്കെ ഉണ്ട്, അങ്ങനെ ഓട്ടോറിക്ഷക്കാരും ബൈക്കുകാരും അടിച്ച് കയറാൻ, അതൊന്നല്ല. ഡിസിപ്ലിനായിട്ട് പോകുന്ന ഒരു നഗരത്തിൽ 1 മാസം ട്രാഫിക് സിഗ്നലിൽ പോകുന്ന 60 കൊല്ലത്തിലാട്ടോ പറയുന്നത്. ഒരു മനുഷ്യൻ ബാർബർ ഷോപ്പിൽ, സലൂണിൽ പോയിട്ട് ചെലവഴിക്കുന്ന സമയം 1 മാസമാണെന്നാണ്. അത് മസാജും കൂടെ ഉണ്ടെങ്കിൽ 2 മാസമാവും. സാധാരണ മുടിവെട്ടി വരികയാണ്. ലിഫ്റ്റുകൾ കയറും നഗരങ്ങളിൽ. നമ്മുടെ
ബൈപ്പാസിലൊക്കെ വലിയ വലിയ സ്കൈ സ്ക്രാപ്പറുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. വലിയ വലിയ മാളുകളും ബിൽഡിങ്ങുകളൊക്കെ വരികയാണ്. ബിൽഡിങ്ങുകളിൽ ലിഫ്റ്റ് ഉപയോഗിക്കും, അതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ലിഫ്റ്റൊക്കെ ഇടക്ക് കട്ടായി പോയ, കറണ്ട് നടുവിൽ പോയ ഈ പറഞ്ഞതൊന്നും ബാധകല്ലേ, സമയം പിന്നെയും കൂടും, 3 മാസം എടുക്കുമെന്നാണ്. മര്യാദക്ക് വർക്ക് ചെയ്യുന്നൊരു ലിഫ്റ്റ് 60 വർഷത്തിനിടക്ക് നമുക്ക് 3 മാസം ലിഫ്റ്റ് വെയിറ്റ് ചെയ്യാനും അതിൽ കയറാനും ഇറങ്ങാനുമായി വേണ്ടി വരും. നമ്മൾ ബ്രഷ് ചെയ്യുന്നത്, ബ്രഷ് ചെയ്യൂലേ, ആ സമയം 60 കൊല്ലം നമ്മൾ ബ്രഷ് ചെയ്യുന്നത് എടുത്താൽ 3 മാസം കണ്ടിന്യൂസ് ബ്രഷ് ചെയ്ത പോലെയാണ്, നോൺ സ്റ്റോപ്പ് 3 മാസം. സുബ്ഹാനല്ലാഹ്. നഗരങ്ങളിൽ സിറ്റി ബസ്സുകൾ കാത്തിരിക്കുന്നത്, നടക്കാൻ നമ്മുടെ ടൗണിൽ സഞ്ചരിക്കാനുള്ള നഗരങ്ങളിലെ ബസ്സുകൾ, നമ്മുടെ കോഴിക്കോട്ടെ പച്ച ബസ്സില്ലേ, എറണാകുളത്ത് ചുവന്ന ബസ്സാണല്ലേ, പല നഗരങ്ങളിലും പല കോലാണ്. 5 മാസം നമ്മൾ വെയിറ്റിംഗ് ഷെഡിൽ കാത്തിരിക്കേണ്ടി വരുന്നതാണ്. 5 മാസം നമ്മൾ വെയിറ്റ് ചെയ്യില്ല. സ്കൂൾ കുട്ടികളൊക്കെ ബസ് വരുമെന്ന് വിചാരിച്ചിട്ട് 5 മാസം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. 60 വയസ്സിനിടയിൽ നമ്മുടെ ബ്ലോക്കുകളൊക്കെ ഉള്ള റോഡാണെങ്കിൽ പറയും വേണ്ട. ഒരു മനുഷ്യൻ കുളിക്കാനെടുക്കുന്ന സമയം 60 വർഷത്തിനിടക്ക് കുളിപ്പുരയിൽ ബാത്റൂമിൽ മാത്രം ചെലവഴിക്കുന്നത് 6 മാസമാണത്രേ. 6 മാസം കുളിക്കാൻ, വസ്വാസം കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ട. 6 മാസം. സുബ്ഹാനല്ലാഹ്. നമ്മൾ പത്രം വായിക്കുന്നത്, പുസ്തകം വായിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ വായിക്കുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ വായിക്കുന്ന ആളുകളെ കുറിച്ചല്ല, സ്വാഭാവികമായ വായന, പത്രം, മാഗസിൻസ്, പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് 2 വർഷമാണെന്നാണ്. കാരണം പെണ്ണുങ്ങളൊക്കെ പുസ്തകമായി ഖുർആൻ ഓതാൻ ഇരുന്നാൽ തന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഉറങ്ങുന്നതാണ്. സീരിയൽ കാണുമ്പോൾ ഉറക്കം വരാതിരുന്നാലും ഒരു അര പാരഗ്രാഫ് വായിച്ചാൽ ഉറക്കം വരുന്നതാണ്. ഉറക്കഗുളിയൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല എന്നാ ഇപ്പോഴത്തെ കാലത്ത്. വായിച്ചാൽ മതി. പുസ്തകം വായിച്ചാൽ ഉറക്കം വരുന്നു. എന്താ അർത്ഥം എന്നറിയോ? നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യാതായിട്ടേ ഇവർക്ക് ഭയങ്കര പ്രയാസം, സ്റ്റാർട്ട് ആവണില്ല, അപ്പോഴേക്കും ഉറക്കം വരികയാണ്. സുബ്ഹാനല്ലാഹ്. 2 വർഷമാണ് സാധാരണ വായനക്കെടുക്കുന്ന സമയം. മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന സമയം 4 വർഷമാണ്. സാധാരണ ഭക്ഷണം കഴിക്കലാണ്. റെസ്റ്റോറന്റുകളിൽ ഒരു ഡിന്നർ, രാത്രി സമയത്ത് ഒരു ഡിന്നർ കഴിക്കാൻ 1.5 മണിക്കൂർ, അരമണിക്കൂർ വെയിറ്റിംഗ്, പിന്നെ ഒരു അരമണിക്കൂർ ചാറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് വെറുതെ സ്വറ പറഞ്ഞിരുന്ന ഒരു അരമണിക്കൂറും. ഭക്ഷണം കഴിക്കൽ ഒരു ജോലിയാണല്ലോ ഇപ്പോ. അങ്ങനെയാണ്. 1 മണിക്കൂറൊക്കെ ഭക്ഷണം, 2 മണിക്കൂറൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം. അവരെ പറ്റിയല്ല, സ്വാഭാവികമായ ഭക്ഷണം കഴിക്കുന്ന സമയം 4 വർഷമാണ്. സുബ്ഹാനല്ലാഹ്. സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരാൻ അങ്ങാടിയിലേക്ക് പോകുന്നത്, വരുന്നത്, ഷോപ്പിംഗ് മാളിലൂടെ നടക്കുന്നത്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, മനുഷ്യൻ ജോലി ചെയ്യുന്ന സമയം നോക്കിയാൽ 9 വർഷം നമ്മൾ ഭക്ഷണം തേടിയുള്ള ജോലിയിലാണ്. 60 വർഷത്തിൽ ഉറങ്ങുന്നത് കൂടെ അവസാനമായി കണക്കാക്കുകയാണ്. എത്ര ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നത്? 60 കൊല്ലത്തിൽ ഉറങ്ങുന്ന സമയം 20 കൊല്ലം ഉറങ്ങുകയാണെന്നാ. 20 വർഷം 20 വർഷം ഉറങ്ങിപ്പോയി. അന്നം തേടി 9 വർഷം, 29. തിന്നാൻ വേണ്ടി ഒരു 4 കൊല്ലം, 33. ഒരു 6 മാസം കുളിപ്പുരയില്, 33.5. ഒരു 5 മാസം ബസ് ഷെഡിൽ വെയിറ്റ് ചെയ്തിട്ടും, ട്രെയിൻ വെയിറ്റ് ചെയ്തിട്ടും. അങ്ങനെ നോക്കിയാൽ മനുഷ്യന്റെ ആയുസ്സിൽ ചെറിയൊരു ഭാഗമേ നമ്മൾ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് ഇതിനർത്ഥം. 60 വയസ്സാണ് ഈ പറഞ്ഞത്. അത് സ്വാഭാവികമായ അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 60ന്റെയും 70ന്റെയും ഇടയിലാണ് ഈ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമah. അന്ത്യനാളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കാലൊരു മനുഷ്യന് എഴുന്നേറ്റ് ഒന്ന് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാ. ആയുസ് എവിടെയാണ് നശിപ്പിച്ചത് എന്ന് അള്ളാഹുവിനോട് മറുപടി പറയാതെ അള്ളാഹു ചാല വിടില്ലത്രേ. എവിടെ നശിപ്പിച്ചത്? അടിച്ചു പൊളിക്കുക എന്ന് പറയില്ലേ? ഒരു പോരൊക്കെ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തല്ലി തകർക്കുക എന്നാണ്. തല്ലി തകർക്കൽ ഒരർത്ഥാണ്, അടിച്ചു പൊളിക്കൽ വേറെ അർത്ഥമാണ് അല്ലേ? അപ്പൊ അങ്ങനെ പറയാം. തകർക്ക, ഇല്ലാതെയാക്കാൻ, സമയം കൊല്ലാൻ.
ഫീമ അഫ്നാ, എവിടെയാണ് നശിപ്പിച്ചു കളഞ്ഞത് സമയമെന്ന് അള്ളാഹു ചോദിക്കും. അല്ലാഹുവേ, അല്ലാഹുമ്മ അൽഹിംനാ ജവാബന, റബ്ബേ അതിനൊക്കെ ഉത്തരം പറയാൻ തൗഫീഖ് താ പടച്ചവനെ. ഉലമാ പറയാണ്, 1 വർഷം 2 വർഷം 5 വർഷം 10 50 100 കൊല്ലങ്ങൾ ജീവിച്ചു എന്നതല്ല ഒരു മനുഷ്യന്റെ ആയുസ്. ആയുസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയാണോ അതിൽ സൽക്കർമ്മം ചെയ്തത് ആ സമയമാണ് നിങ്ങളുടെ ആയുസ്. അത്രേ നിങ്ങളുടെ ആയുസുള്ളൂ. അല്ലാതെ ചോറും കഞ്ഞും കുടിച്ചത് ഉറങ്ങിയതും കിടന്നതും മൃഗങ്ങളും പക്ഷികളൊക്കെ ചെയ്യുന്നില്ലേ? മനുഷ്യന്റെ ആയുസ് എന്നത് എത്ര കാലം, ജനിച്ചത് മുതൽ മരണം വരെയുള്ള ദിവസങ്ങളല്ല. ഇതിനിടയിൽ എത്ര സമയമാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി, എത്ര സമയമാണ് മറ്റുള്ളവനെ സഹായിക്കാൻ, എത്ര സമയമാണ് ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാൻ, എത്ര സമയമാണ് ഇൽമു പഠിക്കാൻ നമ്മൾ ചെലവഴിച്ചത്. അതാണ് 60 വയസ്സിൽ ഒരാൾ മരിക്കുമ്പോ ചിലപ്പോ ആ മനുഷ്യന്റെ ശരിയായ ആയുസ് 1 കൊല്ലമോ 2 കൊല്ലമോ ആയിരിക്കും. അത്രയും പണിയെടുത്തിട്ടുള്ളൂ. ഗൾഫിൽ നിന്ന് വന്നാൽ പട്ടാളക്കാരും ഗൾഫിൽ നിന്ന് റിട്ടയർഡായി വന്ന ആൾക്കാരും ടിവിന്റെ മുമ്പിലാണെന്നാണ്. പട്ടാളക്കാർ റിട്ടയർഡായി വന്നാലും ഗൾഫുകാർ ഗൾഫ് നിർത്തി പോന്നാലും സീരിയൽ മുഴുവനും സീരിയൽ നടീനടന്മാരും പിന്നെ സിനിമക്കാരെ പറയും വേണ്ട, എല്ലാരെയും കാണാപ്പാടാണ്. സീരിയൽ സിനിമ കാണാതിരിക്കുക, ചായ കുടിക്കുക, പോവുക, റിമോട്ടുമ കളിക്കുക. ഈ പണിയല്ലാതെ ഒന്നും ചെയ്യുന്നില്ലെന്നാണ്. അല്ലാഹുവേ, എന്തൊരു ദുര്യോഗമാണ്. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാർക്കും നമുക്കും നമ്മുടെ രക്ഷിതാക്കൾക്കുമൊക്കെ മനുഷ്യന്റെ ഏറ്റവും അനുഗ്രഹം നിഅമതാൻ, 2 വലിയ നിഅമത്തുകളുണ്ട്. മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, അധികം ആളുകൾക്കും അതിന്റെ വിലയറിയില്ല. അധികം ആളുകൾക്കും വിലയറിയാത്ത 2 അനുഗ്രഹങ്ങൾ. നിങ്ങളുടെ വീടോ നിങ്ങളുടെ കാറോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കച്ചവടമോ അല്ല. വില അറിയാത്ത, എത്രയാണ് അതിന്റെ വിലയെന്ന് പറയാൻ കഴിയാത്ത, മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത 2 അനുഗ്രഹങ്ങൾ. ഒന്ന് അസ്വഹ്ഹതു, മനുഷ്യന്റെ ആരോഗ്യമാണ്. ആരോഗ്യത്തിന്റെ വില എത്രയാണെന്ന് നമ്മൾ ആരും മനസ്സിലാക്കിയില്ല. വൽ ഫറാഗ്, മനുഷ്യന്റെ ലീവുകളും വെക്കേഷനുകളും ഒഴിവ് സമയങ്ങളുമാണ്. ഇത് മനുഷ്യൻ വില മനസ്സിലാക്കാതെ നശിപ്പിച്ചു കളയുന്നവരാണ്. അച്ചടക്കത്തിൽ ജീവിക്കുന്ന മക്കൾ, നല്ല പഠനം നടത്തുന്ന മക്കൾ, സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഏതെങ്കിലും സ്റ്റഡി ടൂർ പോകുമ്പോഴാണ് വ്യഭിചാരം നുണയുന്നത്, അല്ലേ? അസ്വഹ്ഹതു വൽ ഫറാഗ്, ഒഴിവ് സമയം വരുമ്പോഴാണ് മനുഷ്യൻ തിന്മയിലേക്ക് പോകുന്നത്. സ്കൂൾ കാലാവധിയുടെ സമയം, ഗൾഫിൽ നിന്ന് ലീവിൽ വന്ന സമയം, പണിയില്ലാതെ നടക്കുന്ന സമയം. വൽ ഫറാഗ്, അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വലുതാണ് ഒരു മനുഷ്യന് ഒഴിവ് സമയം കിട്ടുക എന്ന് പറഞ്ഞത്. ഉലമാ പറയുന്നുണ്ട്, അല്ലാമ ഇബ്നുൽ ജൗസി തങ്ങൾ പറഞ്ഞു, ഒഴിവ് സമയം എന്നത് അല്ലാഹു തന്ന നിഅമത്താണ്. ആ നിഅമത്തിന് ശുക്ർ ചെയ്യേണ്ടതിന് പകരം ആ ഒഴിവ് സമയത്തിൽ തിന്മയെ നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിലെ സന്തോഷം അല്ലാഹു എടുത്തു കളയുമെന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിച്ചിരിക്കാൻ. സമാധാനം എടുത്തുകൾ. ഒഴിവ് സമയമായിരുന്നു എന്നാ പോയിട്ട് സിനിമ കാണില്ലേ? കോഴിക്കോട്ടുകാരൊക്കെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എനിക്കിവിടെ ഈ കോഴിക്കോട് ടൗണുമായൊരു കുറച്ച് കൊല്ലത്തെ പരിചയം എനിക്കുണ്ട്. ദാറുൽ ഹുദയിൽ പഠിക്കുന്ന സമയത്തെ നമ്മുടെ വെള്ളയിലെ മെട്രോ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് നമ്മുടെ വെള്ളയിൽ റോഡില്. ഞാൻ അവിടെ ജുമാക്ക് ഖുതുബക്ക് 5-6 കൊല്ലം സ്ഥിരം വന്നുപോയിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഇച്ചിരി ചെറുപ്പക്കാരുടെ കുരുത്തക്കേടൊക്കെ നമുക്കറിയും എന്തൊക്കെയാണ് അവർക്കുള്ളത്. അത് അന്നത്തേതിനേക്കാൾ ഇപ്പൊ കൂടിയിട്ടുണ്ടാവും. അതൊരു 12 കൊല്ലം മുമ്പത്തെ കഥയാണ്. സുബ്ഹാനല്ലാഹ്. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ആണും പെണ്ണും ഇവിടെ സിനിമയ്ക്ക് പോകലൊരു ആഹാരമാണെന്നാണ്. ഒരു പടം കാണാൻ പോണ്ടെന്ന് പറയാം. അത് നിക്കാഹ് കഴിയേണ്ട നിശ്ചയം കഴിഞ്ഞാൽ തന്നെ അവൻ കൂട്ടിക്കൊണ്ടുപോകും ചെയ്യും. അത് കൂളാണ്, അതിൽ പ്രയാസമൊന്നും ഇല്ലല്ലോ. സിനിമ കാണണ്ടേ? പവിത്രമായൊരു ബന്ധത്തിലേക്ക് വരികയാണ്. അത് നേരെ പിശാച്ചിന്റെ കൂട്ടത്തെ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തുകയാണ്. ഒറ്റ കാര്യം ഞാനോട് ചേർത്ത് പറയണേ. ഞാൻ അറിയുന്നൊരു സുഹൃത്തുണ്ട് ഒമാനിലെ സലാലയിൽ. അദ്ദേഹം തിരുവനന്തപുരക്കാരനാ, ചെറുപ്പക്കാരനാണ്, മുസ്ലിമായി വന്ന ആളാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. 23 years ഇത്രയായിട്ടുള്ളൂ, കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, മുസ്ലിമായിട്ടുണ്ട്, നല്ല ഈമാനാണ്. സംസാരിച്ചപ്പോ പറഞ്ഞു, പള്ളിയിൽ നിന്ന് മുസ്ലിമീങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് ഇങ്ങനെ കാണുമ്പോ, ജുമുഅ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കാണുമ്പോ ഇവരുടെ മുഖത്തൊക്കെ എന്തോ ഒരു പ്രകാശാണ്.
അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഞാൻ മുസ്ലിം ആവാനുണ്ടായ ഒരു കാരണം അതാണെന്ന്. അതേപോലെ ഞാൻ സിനിമാ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യന്മാരെയും നോക്കാറുണ്ട്. 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ കോമഡിയും ചിരിയൊക്കെ കണ്ടിട്ട് ഇടിയും തൊഴൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്, സന്തോഷം കൊണ്ട് ഇറങ്ങി വരികയാണ്. സിനിമാ തിയേറ്ററിൽ നിന്ന് കണ്ണും തിരുമ്മി പുറത്തിറങ്ങുമ്പോ മനുഷ്യരുടെ മുഖത്ത് ഞാൻ ഇരുട്ട് കാണുന്നുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവരുടെ മുഖത്ത് വെളിച്ചം കാണുന്നുണ്ട്. ഇവിടം സത്യമുണ്ടല്ലോ എന്ന് അന്വേഷിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ആദ്യത്തെ വസ്തുത പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവന്റെ മുഖത്തെ പ്രകാശവും സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നവന്റെ മുഖത്തെ ഇരുട്ടുമാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ അത് ആലോചിച്ചിട്ടുണ്ടോന്ന് അല്ലാഹു ആലം. ഇതൊക്കെ മനുഷ്യന്മാർ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളായ ആളുകൾ ഈ ദീനിനെ വീക്ഷിക്കുകയാണ്. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാ. എവിടെയാണ് ജീവിതം തുലച്ചു കളഞ്ഞത്? എത്രയാണ് ബാറിൽ കൊണ്ടുപോയി തുലച്ചു കളഞ്ഞത്? എത്ര പൈസയാണ്? ഞാൻ ഷൊർണൂരിൽ നിന്ന് വരികയാണ്. അപ്പൊ ചെറിയൊരു പീഡികത്തിന്, ഈ സ്റ്റെപ്പിന്റെ അത്ര സ്ഥലമുള്ളൂ, ഈ സ്റ്റെപ്പിന്റെ അത്ര സ്ഥലം, ഒരു പീഡികത്തിനയിൽ ചെറിയൊരു ഇടയിൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനോട് കൂടെയുള്ള ആളോട് പറഞ്ഞു, വല്ലാത്ത അത്ഭുത റബ്ബേ, ഈ പീഡികത്തിനയിൽ ചുരുണ്ടു മടങ്ങി കിടക്കുക. ഷൊർണൂർ ബസ് സ്റ്റാൻഡിന്റെ ബാക്ക് സൈഡില്. അപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം 3-3:30 മണിക്കാണ് ഇപ്പൊ ഈ സംഭവം കേട്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, അത് കള്ളു കുടിച്ച് കിടക്കുകയാണ്, അതുകൊണ്ടാണ് ആ അത്ര അടിയിൽ കിടക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അയാൾ കിടക്കൂല. അവിടെ സ്ഥിരം കള്ളുകുടിക്കണ മനുഷ്യനാണ്, കള്ളു കുടിച്ചിട്ട് ചുരുണ്ടു മടങ്ങി കിടക്കുകയാണ്. ജീവിതം കള്ളു കുടിച്ച് നശിപ്പിക്കുന്ന മനുഷ്യന്മാരുണ്ട്. തെരുവിലും അങ്ങാടിയിലും കിടന്നിട്ട് കള്ളു കുടിക്കന്നെ. മദ്യപാനം ഒരു പ്രശ്നമല്ല. കോഴിക്കോട്ടുകാരായ ചെറുപ്പക്കാർ വളരെ വിഷമത്തിലാണ് ഞാനത് പറയുന്നത്. നമ്മുടെ നാടാണ് കോഴിക്കോട്, ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ്. ഇവിടത്തെ ചെറുപ്പക്കാർ കള്ളുകുടിയന്മാരായി പോയാൽ എന്തിനാണ് ഈ സമൂഹം പറ്റുക? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ലവരായ എത്രയോ ആയിരക്കണക്കിന് മക്കൾ ഇവിടെയുണ്ട്, അൽഹംദുലില്ലാഹ്. എത്രയോ നല്ല ചെറുപ്പക്കാരികൾ ഇവിടെയുണ്ട്. ആ നന്മ അല്ലാഹു നിലനിർത്തി തരട്ടെ, ആമീൻ. മദ്യപാനം വലിയൊരു വിഷയമല്ലേ നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് നഗരങ്ങളിൽ. നിഅമതാനി, അതുകൊണ്ട് 2 അനുഗ്രഹങ്ങളുണ്ട്. മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, അധികം ആളുകൾക്കും അതിന്റെ വില മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ 2 അനുഗ്രഹങ്ങളിൽ ഒന്ന് അസ്സുഹ, മനുഷ്യന്റെ യൗവന, ആരോഗ്യമുള്ള സമയം. ആരോഗ്യമുള്ള സമയത്തിന്റെ വില വാർദ്ധക്യത്തിലേക്ക് വരുമ്പോ കാൽമുട്ടിന് വേദന വരുമ്പോഴാ ഓർമ്മ വരെ, റബ്ബേ, കാൽമുട്ടിനും ഊരക്കും വേദനയില്ലാതെ, സ്റ്റൂളിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കേണ്ടതില്ലാതെ, ഒരു ചെയറിന്റെ സഹായം ആവശ്യമില്ലാതെ, ജനലിന്റെ കൈ പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ലാതെ, എന്റെ ആയുഷിന്റെ 40 കൊല്ലമോ 50 കൊല്ലമോ ഞാൻ നടന്നുവല്ലോ, അന്നറിഞ്ഞിട്ടില്ല. അന്ന് തഹജ്ജുദ് നിസ്കാരത്തിന്റെ പുണ്യം മനസ്സിലായിട്ടില്ല. 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുമായിരുന്നു. പാതിരാ നേരത്ത് കള്ളും കുടിച്ച് തോന്നിവാസം ചെയ്ത് വീട്ടിലേക്ക് പാതിരാ നേരത്ത്, രാവിലെ നേരം പുലരാൻ നേരത്ത് 4 മണി നേരത്ത് ഉമ്മയോട് വാതിൽ തുറന്നു തരാൻ പറഞ്ഞ് ഉമ്മയെ ശകാരിച്ചുകൊണ്ട്, ഭാര്യയെ ചീത്ത വിളിച്ചുകൊണ്ട്, പാതിരാത്രി മുഴുവനും കൂട്ടുകാരോടൊപ്പം മദ്യപിച്ച് സല്ലപിച്ച് ചെലവഴിച്ച് നടന്ന ആ കാലഘട്ടത്തിൽ ഊരയ്ക്ക് വേദനയില്ലായിരുന്നു, കാൽമുട്ടിന് വിഷമമില്ലായിരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും രാവിന്റെ ഇരുട്ടിൽ അല്ലാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലുള്ളവരിലേക്ക് കാതോർത്ത് കിടക്കുന്ന നേരത്ത് തസ്ബീഹ് ചൊല്ലുന്നവരുണ്ടോ? ഏതെങ്കിലും വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് അസ്തഗ്ഫിറുല്ലാഹ്, ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണേ റബ്ബേ എന്ന് പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ വിളിച്ചു പറയുന്നവരുണ്ടോ? ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്, പൊറുക്കലിനെ ചോദിക്കുന്നവരുണ്ടോ? ഞാൻ പുറത്തു കൊടുക്കാൻ ഒരുക്കമാണ്. എന്നോട് മാപ്പിരക്കുന്നവരുണ്ടോ? ഞാൻ പുറത്തു കൊടുക്കാനും നൽകാനും ഒരുക്കമാണെന്ന് വിളിച്ചു പറയുന്ന നേരത്ത് അന്നൊന്നും ചെയ്യാൻ കഴിയാത്ത ആ ഒരു 2 റക്അത്തിന് എങ്ങനെയാണ് എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നത്? ഊരയ്ക്ക് വേദനയായല്ലോ, നടക്കാൻ വയ്യല്ലോ, കാൽമുട്ടിന് വേദന വന്നല്ലോ. യൗവനകാലത്ത് യൗവനത്തിന്റെ വില മനസ്സിലാവാറില്ല. അതുകൊണ്ടാണ് അറബി കവി പാടിയത്, അലാ ലൈത ശബാബ യഊദു യൗമൻ
അലാ ലൈത ശബാബ യഊദു യൗമൻ ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. എന്റെ യൗവനം എന്നിലേക്കൊന്ന് തിരിച്ചു വരുമായിരുന്നെങ്കിൽ, എന്റെ വാർദ്ധക്യം എന്നിൽ ചെയ്തു കൂട്ടിയത്, എന്റെ കാൽമുട്ടുകൾക്ക് വേദന കൊണ്ടുവന്നത്, വാർദ്ധക്യം കൊണ്ട് ഊരയ്ക്ക് വേദന വന്നത്, വാർദ്ധക്യം കൊണ്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വന്നത്, വാർദ്ധക്യം കൊണ്ട് തലകറക്കം വന്നത്, വാർദ്ധക്യം കൊണ്ട് നടക്കാൻ പറ്റാതെയായത്, എന്റെ നഷ്ടപ്പെട്ട യൗവനത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അലാ ലൈത ശബാബ യഊദു യൗമാ, എന്റെ യൗവനം ഒരു നാളിലെങ്കിലും എന്നോട് തിരിച്ചു വരുമോ? വരില്ല. ഒരു സെക്കൻഡുമായി ഒരു കവി നടത്തിയ ഒരു സംഭാഷണമുണ്ട്, നമ്മുടെ പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. ഒരു സെക്കൻഡിനോട്, നഷ്ടപ്പെട്ടു പോയ ആ ഒരു സെക്കൻഡിന് നേരമേ നീ ഒന്ന് തിരിച്ചു വരുമോ? തിരിച്ചു വരുമോ? ഇല്ല, ഞാൻ വരുന്നില്ല. നമ്മൾ ഇപ്പൊ സമയം എത്രയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ? ഇപ്പൊ സമയം എത്രയെന്ന് ചോദിച്ചാൽ 9 മണി കഴിഞ്ഞ് 48 മിനിറ്റ് 36 സെക്കൻഡ് അല്ലേ? ഞാൻ ചോദിച്ച സമയമാണെങ്കിൽ, നിങ്ങൾ ചോദിക്കുന്ന സമയത്തെ നേരമാണെങ്കിൽ 9 മണി കഴിഞ്ഞ് 58 മിനിറ്റ് കഴിഞ്ഞ് 28 സെക്കൻഡ്. ചോദിച്ച സമയവും ഉത്തരം കൊടുക്കുമ്പോഴേക്കും സമയം മാറുന്നുണ്ടെന്ന, സെക്കൻഡുകൾ മാറി വരുന്നുണ്ട്. നിങ്ങൾ ചോദിച്ച സമയമാണെങ്കിൽ കൃത്യമായി പറയുമ്പോൾ ആ നേരത്തെ സെക്കൻഡാ പറയാം, ഉത്തരം പറയുമ്പോഴേക്കും സെക്കൻഡുകൾ ഏറെ മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ജീവിതം. സെക്കൻഡ് എത്രയായെന്ന് നോക്കുമ്പോഴേക്കും 2-3 സെക്കൻഡാവും. സുബ്ഹാനല്ലാഹ്. ഒരു നിമിഷത്തോട് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ തിരിഞ്ഞു നടന്നു കഴിഞ്ഞല്ലോ, ഇനി എങ്ങനെയാ വഴിയിലേക്ക് തിരിച്ചു വരിക? നീ ഒന്ന് തിരിച്ചു വാ. എനിക്ക് വരാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട് വരാൻ പറ്റില്ല? നീ നിന്റെ കർമ്മങ്ങൾ മുഴുവനും എന്നിൽ നിറച്ചു കളഞ്ഞല്ലോ. ഇനി എനിക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഞാൻ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് താഴെ വെക്ക്, നീ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വാ. ആ നഷ്ടപ്പെടുത്തിയ സെക്കൻഡ് ഞാനൊന്ന് തിരിച്ചെടുക്കട്ടെ, ഒരു നന്മ ചെയ്യട്ടെ. തിരിച്ചു വരുമോ? സമയം കഴിഞ്ഞു കടന്നാൽ പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ലല്ലോ. അങ്ങനൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമം എനിക്ക് വേണ്ടി മാറ്റിവെച്ച് നീ ഒന്ന് തിരിച്ചു വരുമോ എന്നൊരു സെക്കൻഡിനോട് ചോദിക്കുമ്പോ ആ സെക്കൻഡ് നൽകുന്ന ഒരു മറുപടി, നഷ്ടപ്പെട്ടുപോയ ഒരു സെക്കൻഡിനോട് വരുമോ എന്ന് ചോദിക്കാൻ നിങ്ങളിപ്പോ ചെലവഴിച്ചത് 100 കണക്കിന് സെക്കൻഡുകളാണ് ഈ ചോദ്യത്തിന് മറുപടിക്കും. അതുകൊണ്ട് ചോദ്യം ചോദിക്കാതെ ഓരോ സെക്കൻഡും ഉപയോഗപ്പെടുത്തിക്കോ. നഷ്ടപ്പെട്ടുപോയ ഒരു സെക്കൻഡിനോട് വരാൻ പറയണമെങ്കിൽ തന്നെ 100 കണക്കിന് സെക്കൻഡുകൾ നിങ്ങൾക്ക് ആവശ്യമല്ലേ? മനുഷ്യന്റെ സമയത്തിന്റെ വില എത്രയാണ്? നമ്മളെന്ന് പറയും നമ്മുടെ സമയമാണ്. അലാ ലൈത ശബാബ യഊദു യൗമൻ ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. 2 അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കണമേ. ഒന്ന് നിങ്ങളുടെ ശരീരത്തിലെ ആരോഗ്യമാണ്, മറ്റേത് അല്ലാഹു നൽകുന്ന നിങ്ങളുടെ ഒഴിവ് സമയമാണ്. ഒഴിവ് സമയമുണ്ടായപ്പോഴാണ് മനുഷ്യന്മാർ തിന്മ പഠിച്ചത്. ഒഴിവ് സമയത്തൊരു ടൂർ പോയപ്പോഴാണ് മൈസൂരിലേക്കോ ബാംഗ്ലൂരിലേക്കോ ചെന്നൈയിലേക്കോ ഒന്ന് ഗോവയിലേക്കോ ട്രിവാൻഡ്രത്തേക്കോ യാത്ര പോയ നേരത്താണ് കൂട്ടുകാരൻ വഴിയരികിലെ ബാറിൽ നിന്ന് ഒരൽപ്പം രുചിച്ചു നോക്കാൻ പഠിപ്പിച്ചത്. ജോലി തിരക്കിനിടയിൽ അത് സംഭവിച്ചിരുന്നില്ല. പഠിക്കുന്ന സമയത്ത് അതിന് നേരം കിട്ടിയിരുന്നില്ല. ഒഴിവ് സമയം ഉണ്ടായപ്പോഴാണ് ചീത്ത കൂട്ടുകാരികളെ പരിചയപ്പെടുന്നത്. മനുഷ്യന്മാർ നശിച്ചത് മുഴുവനും ഒഴിവ് സമയമുണ്ടായപ്പോഴല്ലേ? ജോലി തിരക്കിനിടയിൽ വരുന്ന അപകടങ്ങളെക്കാൾ എത്രയോ കൂടുതലല്ലേ മനുഷ്യന്റെ ഒഴിവ് സമയം. അതുകൊണ്ടാ ഹബീബ് പറഞ്ഞത്, പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, നിഅമതാൻ മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. അധികം ആളുകളും ഇത് അറിയുന്ന ആളുകളുണ്ട്. ഒഴിവ് സമയം നല്ല സജ്ജനങ്ങളെ കാണാൻ, സജ്ജനങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി, ഇൽമ പഠിക്കാൻ വേണ്ടി, ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കാൻ, കുടുംബ സന്ദർശനത്തിന് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഹലാലായ രീതിയിൽ ഈ ഭൂമിയിൽ ആസ്വദിക്കുന്നതിനും നമുക്ക് തടസ്സമില്ലല്ലോ. ഹലാലുകൾ ആസ്വദിക്കാം. ഇങ്ങനെയാണ് അലി റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, നിങ്ങൾ മുഴുസമയവും
മുഴു സമയവും നിങ്ങൾ സീരിയസ് ആയിട്ട് നിൽക്കേണ്ടതില്ല. അലി റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, എപ്പോഴും സീരിയസ് ആയിട്ട് ഏത് സമയം നോക്കിയാലും വളരെ സീരിയസ് വിഷയങ്ങൾ മാത്രം. അങ്ങനെ വേണ്ട. നിങ്ങൾ ഹൃദയത്തിന് ചില ആസ്വാദനങ്ങൾ കൊടുക്കുക, ഹലാലായ ആസ്വാദനങ്ങൾ. ഫഇന്നൽ ഖുലൂബ ഇദാ ഉജ്ബിറത് ഇദാ ഉക്രിഹത് ജഫത്. നമ്മുടെ ഹൃദയങ്ങളോട് ഒരുപാട് സമയം ചെയ്യാനും കർമ്മങ്ങൾ അനുവർത്തിക്കാനും നിരന്തരം കൽപ്പിച്ചുകൊണ്ടിരുന്നാൽ ഹൃദയത്തിന് നമ്മളോടൊരു പിണക്കം വരും. അതുകൊണ്ട് കുറച്ചു സമയം നിങ്ങൾക്ക് റിലാക്സ് ആവാം, കുഴപ്പമില്ല. ഹലാലായ ശറഇന്റെ പരിധിയിൽ നിന്നുകൊണ്ട്. ഇതിന് പ്രയാസമല്ലല്ലോ, അതിന്റെ പ്രയാസമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തുമായി യാത്ര പോകുമ്പോൾ പറയാറുണ്ട്, നിങ്ങളിൽ പാട്ടുപാടാൻ അറിയുന്നവരുണ്ടോ? നല്ല നല്ല കവിതകൾ. അന്ന് മ്യൂസിക് ഉപയോഗിക്കൂലല്ലോ. നല്ല നല്ല കവിതകൾ പാടിക്കോളൂ എന്ന് പറയും നിബിതങ്ങൾ. തമാശ പറയുന്നവരോട് പറയാൻ പറയും നിബിതങ്ങൾ. അവര് ഭക്ഷണം വെക്കാൻ, ബാർബിക്യു വെക്കാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ. പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും, നിബിതങ്ങളോടൊപ്പം സഹാബികൾ പോയി ഒരു ഭക്ഷണം വെക്കല്ലേ. നമ്മളും കടപ്പുറത്ത് പോകാറുണ്ട്, ചെറുപ്പക്കാർ ഭക്ഷണം വെക്കാൻ, ഒപ്പം കള്ളും കുപ്പിയും കൊണ്ടുപോകും. അതാ കുഴപ്പം. പൂളി ഇറച്ചൊക്കെ ഉണ്ടാവും, ഒപ്പം കള്ളും കുപ്പി. അത് വേണ്ട. ആ കുപ്പിയുണ്ട് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാ, പൊയ്ക്കോ, നിസ്കാരം ഖളാ ആക്കാതെ ഹലാലായ രീതിയിൽ ആരെയും ഉപദ്രവിക്കാതെ നിങ്ങൾക്ക് ആസ്വദിക്കാമല്ലോ. അപ്പോഴാ ഒരു സ്വഹാബി പറഞ്ഞത്, നബിയെ, ആടിനെ ഞാൻ അറുത്തേക്കാം നബിയെ. വേറൊരാൾ പറഞ്ഞു, നബിയെ, ആടിന്റെ തോല് ഞാൻ പൊളിച്ചേക്കാം. ഒരാൾ പറഞ്ഞു, നബിയെ, കുക്കിംഗ് ഞാൻ ഏറ്റെടുത്തു നബിയെ, ഞാൻ നല്ലൊരു കുക്കാണ്, അതുകൊണ്ട് നബിയെ പാകം ചെയ്യുന്നത് ഞാൻ ഏറ്റെടുത്തു. ഇത് പറഞ്ഞപ്പോഴാ മുത്തുനബി പറഞ്ഞത്, പാകം ചെയ്യാനുള്ള വിറക് ഞാൻ കൊണ്ടുവരാം. അവര് പറഞ്ഞു, നബിയെ നിങ്ങളോ? ഉസ്താദ് അവിടെ ഇരിക്കി. തങ്ങൾ പറഞ്ഞു, വേണ്ട. ഇന്നല്ലാഹ ലാ യുഹിബ്ബു, അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമല്ല. ആ മനുഷ്യൻ മറ്റുള്ളവരെക്കാളും മേന്മയുള്ള ആളാണ്, മേലെയുള്ള ആളാണ്, അവരെക്കാളും ഒരു സീനിയറാണെന്ന് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയാൽ അത്തരക്കാരെ അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം. അതാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. അതുകൊണ്ട് നമ്മൾ ഈ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടേ ആരെങ്കിലും വരുമ്പോഴേക്ക് കൂലൂ തക്ബീർ പൊടി പരത്തിയിട്ട് എന്തോ ഒരു രാജാവ് വരികയാണ്. ഇതൊന്നും നമുക്ക് കാണിക്കാൻ പാടില്ലാത്ത സംഗതിയാ. അതൊരു ആലിമും സമ്മതിച്ചു കൊടുക്കാനും പാടില്ല എന്നാ. നബി തങ്ങൾ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ സ്വല്ലല്ലാഹു. ഞാൻ നിങ്ങളിൽ ഒരാളാണ് ഞാൻ നിങ്ങളെക്കാളും വലിയ ആളാണ്. അങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹുവിനോട് എനിക്ക് ഇഷ്ടമുണ്ടാവില്ല. ഞാൻ വിറക് കൊണ്ടുവരാം. തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വിറക് കൊണ്ടുവരാം, ഞാൻ നിങ്ങൾക്ക് വിറക് കൊണ്ടുവരാമെന്ന് പുണ്യപ്പുമേനിയിൽ വിറക് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമയത്ത് തന്റെ കൂട്ടുകാരോടൊപ്പം, അവിടുത്തെ സ്വഹാബിനോടൊപ്പം ഒരു ഭക്ഷണം പാകം ചെയ്യുന്ന യാത്രയിൽ. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും സീരിയസ് ആയിട്ട് ഇങ്ങനെ നടക്കുക വേണ്ട. കുറച്ചൊന്ന് എന്ത് ചെയ്യാ, റിലാക്സ് ആയിക്കോളൂ, കുഴപ്പമില്ല. ഹറാമ് കൊണ്ട് റിലാക്സ് ആവില്ല, ഹലാല് കൊണ്ടാവട്ടെ ആസ്വാദനങ്ങൾ. എത്രയോ ഹലാലുകളുള്ള ലോകമല്ലേ ഇത്. നിഅമതാൻ, ആ രണ്ടനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ബോധത്തിലാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ടാണ് നബി തങ്ങൾ ഓരോ സമയവും കൃത്യമായി കണിശമായി സൂക്ഷിച്ചുകൊണ്ട് ചെലവഴിക്കണം എന്ന് പറഞ്ഞത്. ഒരു ദിവസം ആരംഭിക്കുന്നത് അതിരാവിലെ തന്നെ പ്രവർത്തനം തുടങ്ങണമെന്നാണ്. അതിരാവിലെ നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകൾ അതിരാവിലെ തുടങ്ങാം. നേരത്തെ വർക്ക് തുടങ്ങാണ്. സൂര്യൻ ഉദിച്ച് ഏകദേശം ആളുകൾക്ക് യാത്ര ചെയ്യാനൊക്കെ ഉള്ള സമയം കണ്ടാൽ ഉദ്ദേശം ഒരു 7-8 മണിക്ക് ആരംഭിക്കുക. ഉച്ചയുടെ ശേഷം ആകുമ്പോഴേക്കും ജോലി കഴിയുന്നു. നമ്മൾ ഓഫീസ് തുറക്കാൻ തന്നെ 11 മണിയാണ്. പിന്നെ എപ്പോഴാ പണിയെടുക്കുക, എപ്പോഴേക്കും ചോറ് കഴിക്കാൻ നേരമായി. അങ്ങനെയല്ല, രാവിലെ വളരെ നേരത്തെ തുടങ്ങുക. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുഖൂരിഹാ. ഒരു വീട് നിങ്ങൾ കുടിയിരിക്കുകയാണ്, അത് അതിരാവിലെ ആയിക്കോട്ടെ. ഒരു ഷോപ്പ് നിങ്ങൾ തുറക്കുകയാണ്, രാവിലെ ആയിക്കോട്ടെ. ഒരു വാഹനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, യാത്ര ആരംഭിക്കുകയാണ്, രാവിലെ ആയിക്കോട്ടെ. അല്ലാഹുമ്മ, മുത്തനബി ദുആ ചെയ്തത് മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു സുനനിൽ രേഖപ്പെടുത്തി,
അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, എന്റെ ഉമ്മത്തികൾ രാവിലെ ചെയ്യുന്ന പണികളിലൊക്കെ റബ്ബേ നീ ബറക്കത്ത് കൊടുക്കണമേ, ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. പെണ്ണുങ്ങളെ കിച്ചണിലേക്ക് കയറണേ, എന്ത് ചെയ്യാ, അതിരാവിലെ കയറിയിട്ട് ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട്, പിന്നെ ചൂടാക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. അതിരാവിലെ നേരത്തെ. ഫാത്തിമ റളിയല്ലാഹു അൻഹാ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട മോൾ മഹ്ദി റളിയല്ലാഹു അൻഹ, അവരുടെ ഒരു അനുഭവം പറയുന്നത് ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചു. മർറ ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ അരികത്തുകൂടെ എന്റെ പ്രിയപ്പെട്ട ഉപ്പ നിബിതങ്ങൾ ഇങ്ങനെ നടന്നുപോയി. വഅന മുൻതജിഅതുൻ മുതസബ്ബിഹ, ഞാൻ നേരം വെളുത്ത് കിടക്കുകയായിരുന്നു, ഉറങ്ങായിരുന്നു എന്നല്ല, കിടക്കുകയായിരുന്നു, ഞാൻ കിടക്കുകയായിരുന്നു. ഉപ്പയന്റെ അരികത്തുകൂടെ നടന്നുപോയി. ഫഹറകനി ബിരിജ്ലിഹി, ഇത് രാവിലെ കിടന്നുറങ്ങുന്ന ശീലമുള്ളവർക്കുള്ള ഒന്നാന്തരം ചികിത്സയാണ് ഈ ഹദീസ്. രാവിലെ കിടന്നുറങ്ങുന്ന ഏർപ്പാട്, രാത്രി ഉറക്കൊഴിച്ച ആൾക്കാരാണ്, കുഴപ്പമില്ല, അവർക്ക് ഉഴുതറുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാർ, രാവിലും പകലിലും നിങ്ങൾ ഉറങ്ങുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണല്ലോ എന്ന് പറയാൻ കാരണം, രാവിലും പകലിലും ഉറങ്ങുന്നത്, രാത്രിയല്ലേ ഉറങ്ങുള്ളൂ. ഉലമാ പറയാ, രാത്രി ജോലി ചെയ്യുന്ന പട്ടാളക്കാരുണ്ട്, പോലീസുകാരുണ്ട്, പാറാവുകാരുണ്ട്. പാറാവുകാർ രാത്രി ഉറങ്ങല കാണല്, ആ ശമ്പളം ഹലാലാവുമെന്ന് അല്ലാഹു അലം. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു ആ സഹോദരന്റെ പ്രയാസം തീർത്തു കൊടുക്കട്ടെ. താമരശ്ശേരിയുള്ള ഒരു സുഹൃത്ത് പേര് പറയുന്നില്ല, 50,000 രൂപ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ. അല്ലാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. പിന്നെ ഇന്നലെ ഇവിടെ വന്നിരുന്ന ആളുകളൊന്ന് കൈപൊക്കിയാട്ടെ, ഇന്നലെ വന്നിരുന്നവര്. അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ കയ്യിൽ ഒരു സ്ലിപ്പ് തന്നത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മുടെ ആ പദ്ധതിയുടെ വിഷയത്തിലേക്ക് എന്തെങ്കിലും സ്ലിപ്പ്, നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൗണ്ടറിൽ ഏൽപ്പിക്കണം. ചെറിയ കവർ നിങ്ങളുടെ കയ്യിൽ തരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും നിങ്ങൾക്ക് നിയ്യത്ത് ചെയ്യാനുണ്ടെങ്കിൽ കൊടുത്തിട്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട വാവാട് കുഞ്ഞുക്കോയ ഉസ്താദ് വരുന്നുണ്ട്. എനിക്ക് വല്ലാത്ത സ്നേഹമുള്ള സമസ്തയുടെ ഉലമാഇന്റെ ഒരു പ്രത്യേകത, അവരുടെയൊക്കെ ആ ഒരു എളിമയും ആ ഒരു താഴ്മയും ഒരു എൽമിന്റെ മഹത്വവും മുഖത്തെ ഒരു നൂറും ഭയങ്കരല്ലേ. അത് വാവാട് ഉസ്താദിലൊക്കെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. ഉസ്താദ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ഉസ്താദിന്റെ ഡ്രൈവർ വിളിച്ചു. ഞാൻ ഉസ്താദുമായി സംസാരിച്ചു. ഉസ്താദ് പറഞ്ഞു, ഞാൻ ഇൻഷാ അല്ലാഹ് വരും, എടപ്പാളെന്ന് വരാന്നെന്തോ പറഞ്ഞു, ഞാൻ വരും ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ ഒരു ദുആക്ക് ഉസ്താദ് എത്തും. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും നിങ്ങൾ നല്ലൊരു നിയ്യത്ത് ചെയ്തിട്ട് ഈ പരിപാടിയിലേക്ക് കൊടുക്കണേ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വഅന മുൻതജിഅതുൻ മുതസബ്ബിഹ, രാവിലെ ഉറങ്ങാണ്. പറഞ്ഞത് രാത്രി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോ പകല് കിടക്കേണ്ടി വരും. രാത്രി ഉറക്കൊഴിക്കുന്ന ഡ്രൈവർമാർ കാണുന്നില്ലേ, നമ്മുടെ ഹൈവേ ഒക്കെ എന്താ രാത്രിയൊക്കെ നിരന്തരം വാഹനങ്ങൾ ഓടില്ലേ, ട്രെയിലറുകളും ട്രക്കുകളുമായിട്ട് നേരം വെളുക്കോളം നേരം വെളുത്ത വേറെയും. ഇവർക്കൊക്കെ ചിലപ്പോൾ പകൽ എന്ത് ചെയ്യേണ്ടി വരും, വിശ്രമിക്കേണ്ടി വരും. ഇന്ന് കുഴപ്പമില്ല. അല്ലാതെ വെറുതെ രാത്രി ശരിക്കും ഉറക്കം കിട്ടിയ ആളുകൾ ഒരു പണിയും ചെയ്യാനില്ല, വെറുതെ ഇങ്ങനെ കിടക്കുന്നത്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞുള്ള കിടത്തം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഹറകനി ബിരിജ്ലിഹി, മുത്തുനബിയുടെ കാല് കൊണ്ട് എന്റെ കാലിന് നബി തങ്ങളൊന്നിങ്ങനെ തട്ടിത്തന്നു. എന്നോട് എന്ത് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മോളെ ഫാത്തിമ, ഖൂമി, എഴുന്നേൽക്കണേ ഫാത്തിമ, ഫശ്ഹദി റിസ്ഖ റബ്ബികി, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിന് സാക്ഷിയാവണേ ഫാത്തിമ, വലാ തകൂനി മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധയായി പോവരുത്. ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല യഖ്സിമു അർസാഖന്നാസ്, മനുഷ്യരുടെ റിസ്ഖുകൾ അല്ലാഹു ഓഹരി വെക്കുന്നത് ഓരോ ദിവസത്തിന്റെയും മാ ബൈന തുലൂഇൽ ഫജ്രി ഇലാ തുലൂഇശ് ശംസ്,
ഫജ്ർ ഉദിക്കുന്നത് മുതൽ സുബ്ഹിയുടെ ബാങ്ക് കൊടുക്കുന്നത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്തിനിടയിലാണ് ആ ദിവസത്തെ റിസ്ക് അല്ലാഹു കണക്കാക്കുന്നത്. അതല്ലാഹു നിങ്ങൾക്ക് കണക്കാക്കുന്ന നേരത്ത് ഫാത്തിമ നിങ്ങൾ ഉറങ്ങിക്കൂടല്ലോ, ഉണർന്നിരിക്കണമേ. സൂര്യോദയം വരെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണേ. ക്ഷീണമുണ്ടെങ്കിൽ സൂര്യോദയം കഴിഞ്ഞതിന്റെ ശേഷമാവാം വിശ്രമം. സുബ്ഹി കഴിഞ്ഞ് സൂര്യോദയം വരെ ഉറങ്ങില്ല മോളെ, അല്ലാഹു നമുക്ക് റിസ്ക് തരുന്ന നേരമാണ്. അതുകൊണ്ട് മോൾ എഴുന്നേൽക്കിനെന്ന് എന്നോട് എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടെന്ന് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. രാവിലത്തെ സമയം അത്രയും പുണ്യമാണ്. അതിനിടക്ക് നമ്മളൊരു ദിക്റും കൂടെ ചൊല്ലാൻ മറന്നുപോയാൽ, ഞാൻ തുടക്കത്തിലേ ചൊല്ലണമെന്ന് വിചാരിച്ചു, അന്നങ്ങ് മറന്നുപോയി. ഒമാൻസാനിഹു ഇല്ല ശൈത്വാനു അന്നദ്കുറ. അതുകൊണ്ട് നമ്മൾ ചൊല്ലിയ ഒരു ദിക്ർ നിങ്ങൾ അറിയുന്നവരും ചൊല്ലുന്നവരൊക്കെ ആയിരിക്കും, ചൊല്ലിയവരും ആയിരിക്കും. ചിലപ്പോ ചില ആളുകൾക്ക് അറിയില്ലായിരിക്കാം. രാത്രി മഗ്രിബായി കഴിഞ്ഞാൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ ആ ഒരു ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ സുബ്ഹിന്റെ മുമ്പെങ്ങാനും മരിച്ചാൽ ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് ഉറപ്പാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ ചൊല്ലിയാൽ മഗ്രിബിന്റെ മുമ്പ് വല്ല ആക്സിഡന്റിലോ അങ്ങനെയൊക്കെ മരിച്ചാൽ നമുക്കറിയില്ലല്ലോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ എത്തും, ഒന്നും അറിയില്ല. മഗ്രിബിന്റെ മുമ്പ് മരിച്ചാൽ ഇത് ചൊല്ലിയ ആളിന് സ്വർഗമുണ്ടെന്നാണ്. മൂഖിനൻ ബിഹ, മനസ്സുറപ്പിച്ച് പറയണം, അല്ലാഹുവേ ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, നീ തന്ന നിഅമത്തുകൾ ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ, പക്ഷെ നീ എനിക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്ത ആളാണ്, ഞാൻ നിനക്ക് തിരിച്ച് തെറ്റേ ചെയ്തിട്ടുള്ളൂ റബ്ബേ, എന്റെ തെറ്റ് ഞാൻ അബൂഉ ലക ബിദംബി, എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു റബ്ബേ, ഫഗ്ഫിർലി, എനിക്ക് പുറത്തുതാ, ഞാൻ നിന്റെ അടിമയാണ്, നീ എന്റെ റബ്ബാണ്. അല്ലാഹുവേ പരമാവധി ഞാൻ നിന്നെ അനുസരിക്കാൻ റെഡിയാണ് റബ്ബേ, എന്റെ കഴിവിന്റെ പരമാവധി റബ്ബേ വന്നുപോയത് പുറത്തുതാ എന്ന് പറയുന്ന പാപമോചനം ദിക്റുകളുടെ നേതാവ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇരുന്നിട്ട് തന്നെ ഞാൻ ചൊല്ലുന്നു. ഓർമ്മയുള്ളവർ ഒറ്റക്ക് ചൊല്ലിക്കോളൂ, അല്ലാത്തവരെ കൂടെ ചൊല്ലു. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. രാത്രിയായി സുബൈക്ക് മുമ്പ് മരിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? മൂലയിൽ ഇന്നലെ വേദ പറഞ്ഞ ആളാ സുബൈക്ക് മയ്യത്തയക്കണമെന്ന കാര്യം ചിലപ്പോൾ കേൾക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാവും. മനുഷ്യന്മാര് എപ്പോഴാ പഠിച്ചവും കൊണ്ടുപോകാന്ന് അറിയില്ലല്ലോ. ചെല്ലി വെക്കുക, റെഡിയായിട്ട് നിൽക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ ആയുസ്സിൽ ആരോഗ്യവും ആഫിയത്തൊക്കെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. യാ ബുനയ്യത, മോളെ ഫാത്തിമ, ഖൂമി ഫശ്ഹദി റിസ്ഖ റബ്ബികി, അല്ലാഹു റിസ്ഖ് തരാൻ പോരുന്നുണ്ട് മോളെ. അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരുന്നുണ്ട്. അതുകൊണ്ട് മോളെ നിങ്ങൾ അശ്രദ്ധയായവരിൽ പെട്ടുപോവല്ലിൻ. വലാ തകൂനി മിനൽ ഗാഫിലീൻ. കാരണം എന്തേ? ഒരു ദിവസത്തെ റിസ്ഖ് അല്ലാഹു ഓഹരി വെക്കുന്നത് ഫജ്ർ ഉദിച്ചത് മുതൽ സൂര്യോദയം ഉദിക്കുന്നതിന്റെ ഇടയിലാണ്. ആ സമയം നിങ്ങൾ ഉറങ്ങരുത് മോളെ എന്ന് എന്നോട് എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. അത്ഭുതമാണ്. നമ്മുടെ രാവിലെ അത്ഭുതമാണ്, വൈകുന്നേരം അത്ഭുതമാണ്, രാത്രിയും അത്ഭുതമല്ലേ? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മുഫസ്സിരീങ്ങൾ പറയുന്നു, അല്ലാഹു സത്യം ചെയ്ത് പറയുന്നതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. എന്താ സൂര്യപ്രകാശം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവമല്ലേ? നമ്മളിപ്പോ എത്ര ഫ്ലഡ് ലൈറ്റ് വെച്ചാലും പകല് പോലത്തെ വെളിച്ചം കിട്ടുമോ? മുക്കും മൂലയിലും ഏത് വൃക്ഷത്തിന്റെ മുരട് വരെ നമുക്ക് ടോർച്ചടിച്ച് നോക്കാതെ കാണാൻ പറ്റൂലേ രാവിലെ? അങ്ങനെയൊക്കെ വെളിച്ചം നമുക്ക് ഏതെങ്കിലും ലൈറ്റ് ഇട്ടാ കിട്ടുമോ? കിട്ടൂല. അത് മാത്രല്ല, ഭൂമിയിലേക്ക് വെളിച്ചമായി
പ്രഭാതം പൊട്ടിവിടരുമ്പോൾ, ഭൂമി അതിന്റെ ഒരു കറക്കം പൂർത്തിയാക്കി വരുമ്പോൾ, ഭൂമിയിലേക്ക് സൂര്യന്റെ പ്രഭയായി വരുന്ന സൂര്യകിരണങ്ങൾ, റേസ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് ലോകത്ത് വെച്ച് കാണപ്പെട്ട ഏറ്റവും വേഗതയേറിയ സാധനമാണ് വരുന്നത്. ഏറ്റവും വേഗതയുള്ള സാധനം. ഭൂമിയുടെ സ്പീഡ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? സൂര്യന് ചുറ്റും കറങ്ങുന്ന സ്പീഡ് മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. സൂര്യപ്രകാശം ഒരു സെക്കൻഡിൽ, മണിക്കൂറല്ല കേട്ടോ, ഇനി സെക്കൻഡ്, ഒരു സെക്കൻഡിൽ യാത്ര ചെയ്യുന്നത് എത്രയാ? 3 ലക്ഷം കിലോമീറ്റർ ആണ്. നമുക്കറിയാവുന്ന സംഗതി അത്. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട്. അങ്ങനെ ലോകത്ത് ഒരു സാധനവും യാത്ര ചെയ്യൂല. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. സുബ്ഹാനല്ലാഹ്. സൂര്യനിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാനെടുക്കുന്ന സമയം 8 മിനിറ്റും 14 സെക്കൻഡുമാണത്രേ. അപ്പൊ ദൂരം മനസ്സിലാവും. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള സാധനം, യാത്ര ചെയ്യുന്ന സാധനം, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നെത്താനെടുക്കുന്ന സമയം 8 മിനിറ്റിൽ, ഓരോ മിനിറ്റിലും 60 സെക്കൻഡ്, ഓരോ സെക്കൻഡും 3 ലക്ഷം കിലോമീറ്റർ. അങ്ങനെ 8 മിനിറ്റും 14 സെക്കൻഡും എടുക്കുമ്പോഴാണ് ഭൂമിയിലേക്ക് സൂര്യന്റെ പ്രഭയെത്തുന്നതെന്നറിയുമ്പോഴാണ് വല്ലുഹാ, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ദിവസമുണ്ടോ? ദിവസമില്ലെങ്കിൽ ആഴ്ചയുണ്ടോ? മാസങ്ങളുണ്ടോ? വർഷങ്ങൾ മറിഞ്ഞു വരുമോ? സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. സൂര്യപ്രകാശമില്ലെങ്കിൽ സസ്യലതാദികൾക്ക് മുളക്കാൻ കഴിയില്ല, ഫോട്ടോസിന്തസിസ് നടക്കില്ല. ചെടികൾക്ക് ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്യാസിന്റെ അടുപ്പ് ചൂടാക്കുന്ന പോലെ ചെടികളുടെ അടുക്കളയിലെ അടുപ്പെന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം ഇലയിലേക്ക് തട്ടിയില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല. വൃക്ഷങ്ങൾക്ക് സൂര്യപ്രകാശം നഷ്ടപ്പെട്ടാൽ ചെടികൾ നശിച്ചു പോകും. ചെടികൾ നശിച്ചാൽ ജീവജാലങ്ങൾക്ക്, കന്നുകാലികൾക്ക് തിന്നാൻ പറ്റില്ല. അവ നശിച്ചാൽ മനുഷ്യന്റെ ഭക്ഷണങ്ങൾ തീർന്നു. ഇങ്ങനെ നോക്കിയാൽ സമയവുമായി ബന്ധപ്പെട്ട ഓരോന്നും അത്ഭുതങ്ങളാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ, പ്രഭയെ തന്നെയാണ് സത്യം, രാത്രിയെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ല, പ്രഭയായി വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വൽ ഫജ്രി, പ്രഭാതത്തെ തന്നെയാണ് സത്യം. വൽ അസ്രി, അസ്ർ നേരത്തെ തന്നെയാണ് സത്യം. ഇങ്ങനെ സമയങ്ങളെ അള്ളാഹു സത്യം ചെയ്തത് മനുഷ്യൻ ഇതിന്റെ വില മനസ്സിലാക്കാനാണ്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന നിഅമത്തുകളിൽ ഏറ്റവും വലുത് സമയമാണല്ലോ റബ്ബേ. അത് സീരിയലിന്റെയും സിനിമയുടെയും പിന്നാലെ പോവാതെ, അനാവശ്യമായ ചർച്ചകളിലേക്ക് പോവാതെ, നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് ചെലവഴിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു പറയുന്നു, ഒരു ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇബ്നു ആദം, മനുഷ്യന്റെ സന്തതികൾ, ആദം നബിയുടെ മക്കൾ, മനുഷ്യൻ എന്നെ വേദനിപ്പിക്കുകയാണ്. അള്ളാഹ് നമ്മൾ വേദനിപ്പിക്കുകയോ? മഅദല്ലാഹ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇബ്നു ആദം യസുബ്ബു ദഹ്റ, അവൻ കാലത്തെ ചീത്ത പറയുന്നുണ്ട്. ഒടുക്കത്തൊരു വെയില്, ഒടുക്കത്തൊരു മഴ, എന്തോ ഇരുട്ടുള്ള രാവ്, സമയത്തെ അവൻ ചീത്ത പറയുന്നു. യസുബ്ബു ദഹ്റ വഅന അദ്ദഹ്റു, ഞാനാണ് സമയമുണ്ടാക്കിയത്. ബിയദിൽ അംറു, ഞാനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവും പകലും മാറ്റുന്നതും മറിക്കുന്നതും ഞാനല്ലയോ? അവരെന്നെയാണോ ആ ചീത്ത പറയുന്നത്? അങ്ങനെ കാലത്തെ ചീത്ത പറയുമ്പോ, സമയത്തെ ചീത്ത പറയുമ്പോ എന്നെയാണ് അവരെ വിഷമിപ്പിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയില്ലേ, സമയം തീരെ ശരിയില്ലപ്പം, കച്ചവടം ഭയങ്കര മോശമാണ്, ക്രൈസിസാണ്, കച്ചവടമില്ല, കഴിഞ്ഞ മാസം പറ്റ പോക്കായിരുന്നു. അങ്ങനെയൊന്നും പറയണ്ട, ഒരു സമയത്തെയും കുറ്റം പറയണ്ടെന്നാ. അള്ളാഹുവിനെയാണ് ആ കുറ്റം പറയുന്നത്. അള്ളാഹു പറയാണ്, ഇബ്നു ആദം, ആദമിന്റെ സന്തതികൾ എന്നെയാണ് ചീത്ത പറയുന്നത്. ഞാനാണല്ലോ സമയം മാറ്റിമറിച്ചു കൊണ്ടുവരുന്നത്.
രോഗം വരുമ്പോൾ നമ്മൾ ചീത്ത പറയും, സമയത്ത് ചീത്ത പറയും. ചീത്ത പറയരുതെന്നല്ലേ? ഒരു പെണ്ണ് എന്തൊക്കെയോ പിച്ചും പേയും പറയുമ്പോഴാ മുത്തുനബി തങ്ങൾ ചോദിച്ചത്, ഉമ്മ നിങ്ങൾക്ക് എന്തു പറ്റി, എന്തിനാണ് ഈ വേവലാതി? പനിയാ നബിയെ, ഒരു ബറക്കത്തുമില്ലാത്ത പനി. പനിയിൽ ബറക്കത്തുണ്ട് അല്ല, ആ പെണ്ണ് ഒരു ബറക്കത്തുമില്ലാത്ത പനിയാണ്. പനി കൊണ്ട് കുടുങ്ങിപ്പോയി നബിയെ, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ആ പനി വന്നതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പിറുപിറുക്കുകയാ നബിയെ. നബി പറഞ്ഞു, ലാ തസുബ്ബിൽ ഹുമ്മാ, പനിയെ ചീത്ത പറയരുതേ. ഫഇന്നൽ ഹുമ്മാ ഫഇന്നഹാ തുദ്ഹിബു ഖതായാ ബനി ആദം, മനുഷ്യന്റെ പാപങ്ങൾ ഇല്ലാതെയാക്കി കളയാൻ പനിക്ക്, രോഗത്തിന് കഴിയും. അതുകൊണ്ട് ആ രോഗാവസ്ഥയെ ചീത്ത പറയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ അങ്ങനത്തെ ഒരു ഖൽബ് തരട്ടെ, അങ്ങനത്തെ ഒരു മനസ്സ് തരട്ടെ. രോഗം വന്ന് രോഗം മാറിയിട്ട് രോഗം ശിഫയായി കഴിഞ്ഞാൽ ഒരു മുസ്ലിമും കപടവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓപ്പറേഷന് പോകുമ്പോഴേ നമ്മൾ ദ്വാരക്കാൻ പറയും, പല ആളുകളോടും പറയും, അള്ളാഹുവിനോട് ഭയങ്കര ദുആയിരക്കും, ഒരുപാട് നിസ്കരിക്കും, ഒക്കെ ശരിയാണ്. ആ ഓപ്പറേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മളതൊക്കെ മറക്കും. അല്ല ഡോക്ടറായിരുന്നു, അതുകൊണ്ട് കഴിച്ചില്ലായി എന്ന് പറയും. അതല്ല, എത്രയോ നല്ല ഡോക്ടർമാർ കൈവച്ചാലും അള്ളാഹുവിന്റെ ഖളാ എത്തിയില്ലെങ്കിൽ നടക്കൂല. ചില ആളുകളുടെ ദുആയായിരുന്നു അത്, അന്ന് ഓർമ്മ ഉണ്ടാവില്ല. നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമ്മൾ പഠിക്കുക. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്നൽ മുനാഫിഖ, കപടവിശ്വാസിയായ ആൾ, ഇദാ മരിള, കപടവിശ്വാസിക്ക് രോഗമുണ്ടായാൽ, സുമ്മ ഉഅഫിയ, രോഗം മാറുകയും ചെയ്താൽ കാന കൽ ബഈരി, അവൻ ഒട്ടകത്തെ പോലെയാണ്. കപടവിശ്വാസി രോഗം വന്നു, രോഗം മാറിയാൽ കൽ ബഈരി, ഒരു ഒട്ടകത്തെ പോലെ. എങ്ങനത്തെ ഒട്ടകം? അഖലഹു അഹ്ലുഹു, ആ ഒട്ടകത്തിന്റെ ആളുകൾ അതിനെ പിടിച്ചു കെട്ടിയിരുന്നു. സുമ്മ അർസലൂഹു, പിന്നെ അതിനെ കെട്ടയച്ചു വിട്ടു. ആ ഒട്ടകത്തിനറിഞ്ഞില്ല എന്തിനായിരുന്നു അവരെന്നെ കെട്ടിവെച്ചത്, എന്തിനാ അവരെന്നെ അഴിച്ചുവിട്ടത് എന്നറിയാത്ത ഒട്ടകത്തെ പോലെയാണ്. അള്ളാഹു രോഗിയായി അവനെ കെട്ടിവെക്കുകയും രോഗം മാറ്റി ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്താൽ അവനറിയില്ല എന്തിനാ എനിക്ക് രോഗം തന്നത്, എന്തിനാ എനിക്ക് അള്ളാഹു ആരോഗ്യം തന്നത് എന്ന് തിരിച്ചറിയാതിരിക്കുന്നത് മുനാഫിഖിന്റെ സ്വഭാവമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യൂനുസിലേക്ക് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ മസ്സൽ ഇൻസാന الضر دعانا لجنبه أو قاعدا أو قائما فلما كشفنا عنه ضره مر كأن لم يدعنا إلى ضر مسه كذلك زين للمسرفين